വാ ഇരിക്കേ. ആ ഇരുന്നേ. ആ കാലെടുത്ത് പോയി. അയ്യോ അമ്മേ, അത് നേരെ വെക്കേ. അയ്യോ അമ്മേ വേണ്ട. പിന്നെ കൈയുടെയും കാലിന്റെയും വേദനയൊക്കെ പിന്നെ എങ്ങനെയാ മാറുന്നേ? നാളെ നമുക്കേ എന്തെങ്കിലും കഷായം വാങ്ങിക്കാം. ഇനിയിപ്പോ പ്രതിരോധത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയേ പറ്റൂ. കൈകാല് കഴപ്പും ഇടയ്ക്കിടയ്ക്ക് മരവിപ്പും ഒക്കെ ഉണ്ടാവും. ഈ ഗർഭകാലം എന്ന് പറയുന്നതേ അല്പം ബുദ്ധിമുട്ടേറിയതാ. അതൊന്നും സാരല്ലമ്മേ. എന്താമ്മേ, എന്തു പറ്റി? ആ എന്തു പറ്റാൻ? അല്ലമ്മേ, അല്ല എന്തേ ചെയ്യുന്നേ? കണ്ടൂടെ, കാല് മസാജ് ചെയ്ത് കൊടുക്കുന്നു. അതാ ചോദിച്ചേ, എന്താ പറ്റിയെന്ന്. ഇനി എന്തു പറ്റാൻ, ഗർഭിണിയായിരിക്കല്ലേ. ഇനിയിപ്പൊ ഗർഭിണി പെണ്ണിന് കൈകാലുകള് വേദനിക്കും, അപ്പൊ തടവിക്കൊടുക്കണം. വൊമിറ്റ് ചെയ്യാൻ തോന്നുമ്പോ പുറം തടവിക്കൊടുക്കണം. പിന്നെ നല്ല സംസാരവുമായിട്ട് കൂട്ടിരിക്കണം. മറ്റാരെക്കാളും കൂടുതൽ അത് ഭർത്താവിന്റെ കടമയാ, മനസ്സിലായോ? ആ അത് ശരി. എന്നാ പിന്നെ അമ്മ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അമ്മ പൊയ്ക്കോ. എന്റെ ഭാര്യയ്ക്ക് ഞാൻ ചെയ്തു കൊടുക്കത്തില്ലേ? കണ്ടോ മോളെ, എന്നെ പിടിച്ച് പുറത്താക്കുന്നു. അയ്യോ എനിക്ക് അമ്മ മതി. അത് വേണ്ട. ഗർഭിണിയായ പെണ്ണിന് ഭർത്താവിന്റെ പരിചരണം കിട്ടുക എന്ന് പറയുന്നതേ ഏറ്റവും വലിയ കാര്യ. അമ്മയായിട്ട് അത് മുടക്കുന്നില്ല. ഡാ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്ക്. നവീൻ വേണ്ട. അതെ, അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, എന്റെ കൊച്ചിന് വേണം. എപ്പോഴും ഇതും പറഞ്ഞൊരു ശീലാക്കിക്കൊണ്ടിരിക്കല്ലേ. പിന്നല്ലാതെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു ജയിക്കുന്നത്? അടങ്ങി അവിടെ ഇരുന്നോണം. നവീൻ വേണ്ട. അയ്യോ വേണ്ട. അടങ്ങിയിരിക്ക അവിടെ. ഇതൊക്കെ ഭർത്താവിന്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞ് ഒരാളിപ്പോ പോയത് കണ്ടില്ലേ? എന്നിട്ട് ചുമ്മാ ഇവിടെ നിന്ന് ബഹളം വെക്കുന്ന. അതെ, താനൊരു കാര്യം ചെയ്താൽ മതി. എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അത് അമ്മയുടെ ചെവിയിൽ പോയി പറയാൻ നിൽക്കണ്ട. നേരെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. നമുക്ക് ആദ്യം അതങ്ങ് പരിഹരിച്ച പോരെ? എന്തു പറ്റി? വേണ്ട നവീൻ, മതി. ആരെങ്കിലും കാണും. ഓ ആയിക്കോട്ടെ.